ഹായ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇൻസ്റ്റൻറ്റ് റവ അപ്പം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് റവ അപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ റവ എടുത്തു വെച്ചിട്ടുണ്ട്. അതേ അളവിൽ തന്നെ തേങ്ങയും പിന്നെ കുറച്ചും കൂടെ കുറവായിട്ട് ചോറും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റവ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ തേങ്ങയും ഇട്ട് കൊടുക്കുക. തേങ്ങയും റവയും ഒരേ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ചോറ് അത്രയ്ക്ക് വേണ്ട, കുറച്ചും കൂടെ കുറവ് മതി. ഇത് മൂന്നും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അരച്ചെടുക്കാനായിട്ട്. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിന് അരയ്ക്കുമ്പോൾ തന്നെ വളരെ നൈസായിട്ട് തന്നെ കിട്ടും അരച്ചാൽ. ഇത് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് അത്യാവശ്യം ലൂസായിട്ടാണ് ഞാൻ കലക്കിയെടുത്തേക്കുന്ന മാവ്. അപ്പത്തിൻ്റെയൊക്കെ ഒരു പാകത്തിന് തന്നെ ഇതേപോലെ കേട്ടോ. ഒരു 10 മിനിറ്റ് ഇത് വെക്കാം, നമുക്ക് മാറ്റി വെക്കാം. കല്ല് നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ കല്ലിൽ തേച്ച് കൊടുക്കാം. ഇനി ഒരു തവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കല്ല് നന്നായി ചൂടായി കിടക്കുന്നതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റവ അപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മാവ് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്താൽ മതി. ഒരു തവി വെച്ച് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിരത്തി കൊടുക്കൊന്നും വേണ്ട, ഈ ഒരു പാകത്തിന് റെഡിയാക്കി അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുടെ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.